ഹലോ, ഭയങ്കര മഴയുണ്ട്. അപ്പോൾ തലയിൽ ഇതൊക്കെ കെട്ടിയിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ മുളക് തൈയൊക്കെ കളയാറായി. അതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായിട്ട്, അപ്പോൾ ഞാനതൊക്കെ വെട്ടി കളഞ്ഞു. ഇനി അതിൻ്റെ മുളകൊക്കെ പറിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഞാനേ എന്താ പറയുക, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, അമരക്കായൊക്കെ പറിച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആരോ പറഞ്ഞ നോണയാ എന്നൊക്കെ പറഞ്ഞേ. ഞാൻ നോണയല്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ ഞാനിപ്പോൾ ഇത് വെച്ചതാണ്, കുക്കുംബറാണ് ഇത്. സ്നേക്ക് കുക്കുംബർ എന്ന് പറയേ. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ വർഷം ഫുള്ള് പന്തലിൻ്റെ ഇതാണ് കേട്ടോ. ഇത് മറ്റേ സ്നോ വൈറ്റ് കുക്കുംബർ കേട്ടോ. അതിന് ചെറിയ പന്തലിട്ടുണ്ട്. അപ്പോൾ അതേ കുറച്ച് ചീരയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് വലിച്ച് വെച്ചു കേട്ടോ. ഒരു 3-4 ഒരുമിച്ച് വെച്ച. ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ ചീര വെച്ചിട്ടോ. പിന്നെ പയറാണ്, മീറ്റർ പയർ. പിന്നെ അതെ അമരപ്പയർ പറഞ്ഞില്ലേ ഞാൻ, കണ്ട ഇതാണ് എൻ്റെ അമരപ്പയർ. ഓക്കെ, കണ്ട പൂവൊക്കെ ഇട്ട് അത് കുറച്ച് ഇതായിപ്പോയി. അത് എന്താ പറയുക, താന്നു പോയേ. ഇതൊക്കെ അങ്ങ് പറന്നു പോയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നേരെയാക്കി വെച്ചു. ഓക്കെ, പിന്നെ ഞാനേ കഴിഞ്ഞ ഞായറാഴ്ച വായിൽ വരുന്നില്ല. ഞായറാഴ്ച ഇനി കുറച്ച് പന്തലൊക്കെ വളർന്നു കഴിഞ്ഞ് ഇതിൻ്റെ നടക്കാൻ പറ്റും. ഞായറാഴ്ച ഞാൻ ചെറിയൊരു പരീക്ഷണം ചെയ്താണ്. കണ്ട കപ്പ വെച്ചു. അത് നമ്മുടെ ഷിമ്മി എന്നല്ലേ എൻ്റെ പേര്, ഷൈമിയ അങ്ങനെ എന്തോ ഒരു കൊച്ചിൻ്റെ പേര് വായി വരുന്നില്ല. അത് നമ്മുടെ പെരുമ്പാറുള്ള കൊച്ചാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ വീഡിയോ ഒക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. പുള്ളിക്കാരി ഇപ്പോൾ കപ്പ വയ്ക്കുന്നത് കണ്ടേ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. കഴിഞ്ഞ ഞായറാഴ്ച വെച്ചു. ഇതേ ഈ ഞായറാഴ്ചത്തേക്ക് ഇതേ ഇത്രയും ആയിട്ടുണ്ട്. കണ്ടോ, ചാക്കിലാണ് വെച്ചത്. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ, ഇത്രയും പൊങ്ങിയിട്ടുണ്ട്. വരുമായിരിക്കും. ഇതൊന്നും അല്ല കേട്ടോ. ഇനി ഇത് എന്താ ചോദിക്കേണ്ടത്, ഞാൻ ഇവിടെ ക്ലീനാക്കാൻ വേണ്ടി വെച്ചാണ്. അപ്പോൾ ചീരത്തൈകളൊക്കെ അത് നല്ല രീതിക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി അതൊക്കെ വെക്കണം. ഓക്കെ, അപ്പോൾ ഈ സംഭവം ഞാൻ പിടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മറ്റേ അതിൻ്റെ പേരെന്താ, ബട്ടർഫ്ലൈ പ്ലാന്റ് കേട്ടോ. പിടിക്കില്ല എന്ന് വിചാരിച്ചത്, പക്ഷെ നന്നായിട്ട് പിടിച്ചു കേട്ടോ. ഒരു 3-5 ദിവസമൊക്കെ ഒരാഴ്ച കൊണ്ട് അതിങ്ങനെ വാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിഷമിച്ചു പോയി, പിടിക്കില്ല. അപ്പോൾ ചീരത്തൈയൊക്കെ അതേ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് സ്നോ വൈറ്റ് കേട്ടോ. അപ്പോൾ സ്നോ വൈറ്റ് ഇതിൽ ഉണ്ടാവുമെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പം എനിക്ക് എല്ലാ വർഷവും ബന്ധിത്തൈ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വർഷം ബന്ധിത്തൈ എനിക്ക് 2 എണ്ണയേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ മഞ്ഞയും ചുവപ്പും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 എണ്ണ കിട്ടിയുള്ളൂ. 2 വർഷമായിട്ട് ഞാൻ ബന്ധിത്തൈ, ഇപ്പോൾ 3-ാമത്തെ വർഷമാണ് ബന്ധിത്തൈ വയ്ക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷം വെച്ചപ്പോൾ ഡെങ്കിപ്പനി വന്നു. കഴിഞ്ഞ വർഷം വെച്ചപ്പോൾ ന്യൂമോണിയ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരില്ല എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ. പക്ഷേ ദൈവത്തിന് എന്തോ അവിടെ എന്നെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം എന്നെ ഇങ്ങോട്ട് തിരിച്ചയച്ചു. ഓക്കെ, എന്നാലും സന്തോഷമായിട്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് കപ്പ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുമായിരിക്കും അല്ലേ. വെള്ളം വീഴുന്നുണ്ട് ക്യാമറയിലൊക്കെ, ഞാൻ തുടക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ